ഒരു ഭക്തനായ മനുഷ്യൻ താൻ ഓരോ ദിവസവും ആർക്കെങ്കിലുമൊക്കെ ഒരു നേരത്തെ ആഹാരം കൊടുത്തതിന് ശേഷം മാത്രമേ അദ്ദേഹം ഭക്ഷണം കഴിക്കുകയുള്ളായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം തനിക്ക് അതിഥിയായി കിട്ടിയത് വളരെ വയോവൃദ്ധനായ ഒരു മനുഷ്യനെയായിരുന്നു. താൻ അദ്ദേഹത്തിനെ ക്ഷണിച്ചു. കൈകാലുകളൊക്കെ കഴുകി അദ്ദേഹം ഭക്ഷണത്തിൻ്റെ മുന്നിലേക്ക് വന്നിരുന്നു. ഇലയിട്ടു ഭക്ഷണം വിളമ്പിയ പാടെ അദ്ദേഹം ആർത്തിയോടെ അത് വാരിക്കഴിച്ചു. ഇത് കണ്ട ആതിഥേയനായ ആ ഭക്തൻ വല്ലാതെ കോപിക്കുകയും കണക്കറ്റ അദ്ദേഹത്തിനെ ശകാരിക്കുകയും ഭക്ഷണം കഴിക്കുവാൻ പോലും അദ്ദേഹത്തിന് അവസരം കൊടുക്കാതെ അവിടെ നിന്ന് ആട്ടിപ്പുറത്താക്കുകയും ചെയ്തു. അന്ന് രാത്രി ആ ഭക്തനായ മനുഷ്യൻ കിടന്നുറങ്ങുമ്പോൾ ദൈവം അദ്ദേഹത്തിന് സ്വപ്നത്തിലൂടെ അറിയിക്കുകയാണ്, എന്ത് കഷ്ടമാണ് നീ ചെയ്തത്. ആ വൃദ്ധനെ ആട്ടിയിറക്കിയത് എന്തിനു വേണ്ടി? ഇതുവരെ എനിക്ക് ഒരു നേരം പോലും ഒന്ന് നന്ദി കാണിക്കുവാൻ, എന്നെ സ്മരിക്കുവാൻ കൂട്ടാക്കാത്ത അദ്ദേഹത്തിന് വളരെ ക്ഷമാപൂർവം ഇതുവരെ ഭക്ഷണം കൊടുത്ത് ഞാൻ പരിപാലിച്ചു പോറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. ഇന്നൊരു നേരം പോലും ഒരു ആഹാരം കൊടുത്ത് അദ്ദേഹത്തിനെ സഹായിക്കുവാൻ, അതിനുള്ള ക്ഷമ കാണിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇങ്ങനെയാണോ മനുഷ്യനെ സ്നേഹിക്കേണ്ടത്? നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം ചെയ്യുകയും തൻ്റെ വ്യവസ്ഥിതികൾക്കനുസരിച്ച് സഞ്ചരിക്കുന്നതായ എല്ലാവരെയും എപ്പോഴും സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും എല്ലാവർക്കും സാധിക്കും. പക്ഷേ തനിക്ക് അതൃപ്തികരമായ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരെ ഏതുവരെ തൻ്റെ ശത്രുവിനെ പോലും സ്നേഹിക്കുവാനും ഉൾക്കൊള്ളുവാനും കൂടെ നിർത്തുവാനും ചേർത്ത് പിടിക്കുവാനും സാധിക്കുക എന്നുള്ളത്, അവിടെയാണ് മനുഷ്യത്വവും കരുണയും ആനന്ദവും ഒക്കെ ഉണ്ടാവുക. സമൂഹത്തിൽ പല രീതിയിലുള്ള സ്വാഭാവിക സ്വഭാവങ്ങളുള്ളവരുണ്ട്. അവരെ എല്ലാവരെയും ചേർത്തു പിടിക്കുവാനും ആരെയും ഒറ്റപ്പെടുത്താതെ എല്ലാവരെയും സ്നേഹിക്കുവാനും കൂടെ നിർത്തുവാനും എല്ലാവരെയും ഉൾക്കൊള്ളുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്.